നിന്റെ ഭാഗത്തു നിന്ന് നിന്റെ പ്രത്യേകമായ അനുഗ്രഹം ഞങ്ങൾക്ക് നീ ഓശാരമായി നൽകണം. നീ എല്ലാം വെറുതെ തരുന്നവനാണ്. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്ത ആയത്ത്. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം? ഞങ്ങളെ ഈമാൻ നശിപ്പിച്ച് നിന്റെ റഹ്മത്തിനെ തൊട്ട് ഞങ്ങളെ തടഞ്ഞ് എന്നൊരു ഭാഗ്യം കെട്ട ടീമാക്കി ഞങ്ങളെ മാറ്റരുത് എന്ന് പറയാൻ കാരണം ഈ ദുനിയാവിലെ ജീവിതമല്ല ജീവിതം. ഞങ്ങളുടെ രക്ഷിതാവേ, റബ്ബനാ ഇന്നക ജാമിഉൻ നാസി ലിയൗമിൻ ലാ റൈബ ഫീഹി. തീർച്ചയായും നീ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ പോകുന്നുണ്ട്. നീ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നവനാണല്ലോ അല്ലാഹ്. റബ്ബനാ ഇന്നക ജാമിഉൻ നാസ് ലിയൗമിൻ ലാ റൈബ ഫീഹി. സംശയമില്ലാത്ത ഒരു നാളിലേക്ക്, സംശയമില്ലാത്ത ഒരു നാളിലേക്ക് ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടാൻ കാത്തിരിക്കുന്നവനാണല്ലോ നീ. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. തീർച്ചയായിട്ടും അല്ലാഹു തആല വാഗ്ദത്തം ലംഘിക്കാത്തവനാണ്. അല്ലാഹു പറഞ്ഞതുപോലെയാണ്. ലാ തബ്ദീല ലികലിമാത്തില്ലാഹ്. അല്ലാഹുവിന്റെ വാക്കുകൾക്ക് തിരുത്തില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഒക്കെ എഴുതിയത് കാണാം. ഐലാഫുൽ ഫലി മവാഈദിഹി. അല്ലാഹുവിന്റെ കരാറുകൾക്ക് ലംഘനമില്ല. നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മുടെ പ്രയോഗത്തിൽ പറഞ്ഞതുപോലെയാണ്. പറഞ്ഞാ പിന്നെ വാക്ക് മാറ്റില്ല. അതാണ് ലാ തബ്ദീല ലികലിമാത്തില്ല. അല്ലാഹുവിന്റെ വാചകങ്ങൾക്ക് മാറ്റമില്ല. പറഞ്ഞതുപോലെയാണ്. അതുകൊണ്ട് പടച്ചോനെ, നീ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നാളെ പരലോകത്തേക്ക് നിങ്ങളെയൊക്കെ കൃത്യമായി ഞാൻ ഒരുമിച്ച് കൂട്ടും. അത് സംശയമില്ലാത്ത വിഷയമാണ്. അത് ഉറപ്പുള്ള കാര്യമാണ്. നീ ഞങ്ങളെ പരലോകത്തേക്ക് ഒരുമിച്ച് കൂട്ടും എന്ന കാര്യം ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ്. പടച്ചോനെ, അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ വഷളാകാതിരിക്കണമെങ്കിൽ ഞങ്ങളുടെ ഈമാൻ നീ സലാമത്താക്കി തരണം റബ്ബേ എന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പറയുന്നത്. പിന്നെ ആ ലോകത്ത് ഞങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ ഈമാൻ പിഴച്ച കക്ഷികളായി, ഞങ്ങൾ യഥാർത്ഥ വഴിയിൽ നിന്നും തെറ്റിപ്പോയവരായി മാറിയാൽ റബ്ബേ നിന്റെ അടുത്ത് വരുമ്പോ ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു തന്നതാണ് നന്ദി കെട്ട വർഗത്തിന്, നിഷേധികളായ ടീമിന്, ഈമാനില്ലാത്ത ടീമിന് അവരുടെ സമ്പത്തോ അവരുടെ മക്കളോ ഒന്നും അവർക്ക് ഉപകരിക്കാത്ത ഒരു ദിവസമാണതെന്ന്. ഇന്നല്ലദീന കഫറു ലൻ തുഗ്നിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും. തീർച്ചയായിട്ടും കാഫിറുകൾക്ക് ലം തുഗ്നിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും, അവരുടെ പണമോ അവരുടെ സമ്പത്തോ അവർക്ക് ഉപകരിക്കാത്ത ഒരു നാളാണ്. ഞങ്ങൾക്ക് നേരായ വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ ഞങ്ങൾ പിഴച്ച റൂട്ടിലാണ്, ഞങ്ങൾക്ക് ഒരു നല്ല വഴി കാണിച്ചു തരണം എന്നല്ല. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചത് കാണാം. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ സബ്ബിത്നാ അല സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ അടിയുറപ്പിച്ചു നിർത്തണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഇപ്പൊ വിശ്വസിച്ച വിശ്വാസത്തിന് എന്തോ കുഴപ്പമുണ്ട് എന്നല്ല. ഞങ്ങൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ട ഈ പ്രസ്ഥാനത്തിൽ ഞങ്ങളെ അടിയുറപ്പിച്ചു നിർത്തണേ. ഇതാണ് ദുആ ചെയ്യുന്നത്. കാരണം എന്താ? ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഗ്യാരണ്ടി പറയാൻ കഴിയാത്തൊരു സംഗതിയാണ്. ഈമാന്റെ നിലനിൽപ്പ് നല്ല നിലക്ക് ജീവിച്ചിട്ട് അവസാനം അങ്ങ് പിഴക്കാം. ഏറ്റവും അവസാനം ഒറ്റ ദിവസം കൊണ്ട് വഷളാവാം. ഇന്നലെ ഒരു സഹോദരൻ വളരെ വേദനയോടുകൂടെ, ഇന്നലെ എല്ലാം ഇനിയാണ്, ഞാൻ പ്രഭാഷണം നടത്തുന്ന വേദിയിലേക്ക് ഒരു എഴുത്തു തന്നു. ഞാനത് വായിച്ചപ്പോൾ വല്ലാതെ വേദനിച്ചു.
സുബഹിക്ക് വരെ ജമാഅത്തിന് പോയിരുന്ന അദ്ദേഹത്തിന്റെ ഉപ്പ നല്ല മനുഷ്യനാണ്. ആ ഉപ്പ ഉസ്താദെ ഇപ്പൊ ഒരു 2 മാസമായി ഒരു പരിപാടിയില്ല, ജമാഅത്തിന് പോകുന്നില്ല, അതല്ല പള്ളിയിൽ പോയി നിസ്കരിച്ചിരുന്നു സുബഹി അടക്കം. എന്നും അത് കഴിഞ്ഞിട്ടേ പള്ളിയിൽ നിന്ന് വരുള്ളായിരുന്നു. എന്നാൽ ആ ഉപ്പക്ക് ചെന്നിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇയാള് പറയാ ഒരു കുഴപ്പമില്ല, കാര്യങ്ങൾക്കൊക്കെ ഉഷാറാണ്. പക്ഷെ ഇപ്പൊ 2 മാസമായിട്ട് വീട്ടിൽ നിന്ന് പോലും അന്ന് നിസ്കരിക്കുന്നില്ല. അവസാന സമയം വെച്ച്. എന്നാൽ ഒരു രോഗവും ഉപ്പാക്കില്ല, ബുദ്ധിക്ക് കുഴപ്പമില്ല, ഉപ്പാന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, എല്ലാ സംഗതികളും നടക്കുന്നുണ്ട്. പക്ഷേ എന്താ ഇപ്പൊ കുറെ നിസ്കരിച്ചിട്ട് നോമ്പ് വെച്ചിട്ട് എന്ന് ചോദിക്കാണ്. ഇപ്പൊ നിസ്കരിക്കാൻ പറയുന്നത് ഏറ്റവും അവസാനം വെച്ചിട്ട് ഈ ഉപ്പ നാശാകുന്ന കോലം. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു തആല എങ്ങനെയാണ് നമ്മളെ കൊണ്ടൊക്കെ തീരുമാനിച്ചത് എന്ന് പറയാൻ കഴിയില്ല. അല്ലാഹു മരിക്കോളും നല്ല ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ സഹോദരനായി എഴുത്തു തന്നു. പിന്നെ അദ്ദേഹം വന്ന് കണ്ടിട്ട് പൊട്ടി കരയാണ്. കാരണം എന്താ, അദ്ദേഹം നല്ല ദീനീബോധമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അയാൾ പറഞ്ഞു, എന്നെയൊക്കെ തോൽപ്പിക്കുന്ന മതനിഷ്ഠയായിരുന്നു ഉപ്പാക്കുണ്ടായിരുന്നു. പക്ഷെ ആ ഉപ്പ ഇതിൽ നിന്നൊക്കെ പിറകോട്ട് പോകും. എന്ത് പറഞ്ഞാലും പിന്നെ കൂടുതൽ പറയുകയാണെങ്കിൽ അവസാനം പറയും, സമയമായിട്ടില്ല, സമയമാകുമ്പോ ഞാൻ ചെയ്തുകൊണ്ട്. ഇതുവരെ മുമ്പ് സമയം, ഇപ്പൊ ലാസ്റ്റ് മരിക്കാൻ നേരത്തെ സമയമാവാത്തത്. അപ്പൊ അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഒരു ഹദീസിൽ കാണാം, ഖിയാമത്ത് കാലം മരിക്കുന്നത് വരെ നല്ല അമലുകൾ കൊണ്ട് മുന്നേറി അവസാനം എന്തെങ്കിലും 1 or 2 കലിമത്തുകൾ പറഞ്ഞിട്ട് ജീവിതം അങ്ങോട്ട് നഷ്ടപ്പെടുത്തിയിട്ട് കുഫ്റിലേക്ക് വരെ എത്തിപ്പോകുന്നവരുണ്ട്. കാരണം എന്താ നിസ്കരിച്ചിട്ട് എന്താ നോമ്പ് ഇട്ടിട്ടെന്നൊക്കെ ചോദിച്ചാൽ അവർക്കടുത്തും. അങ്ങനെ അവസാനം വളരെ മോശമായ മരണം പുലുകുന്നവരുണ്ട്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രാർത്ഥനക്ക് വലിയ അർത്ഥമുണ്ട്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്ന ദുആ നമ്മൾ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുക. എന്താ ഇതിന് കാരണം? ആ കാരണമാണ് നാളെ ഒരു ജീവിതമുണ്ടെന്ന ബോധമാണ്. റബ്ബനാ ഇന്നക ജാമിഉൻ നാസി ലിയൗമിൻ ലാ റൈബ ഫീഹി. പടച്ചവനെ, നീ ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടാൻ പോവുകയാണ്. ലിയൗമിൻ, ഒരു നാളിലേക്ക് നീ മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടാൻ പോകുകയാണ്. ലാ റൈബ ഫീഹി, ആ നാള് സംഭവിക്കുമോ എന്ന കാര്യത്തിൽ സംശയമില്ല. സംശയമില്ലാത്ത നാള് എന്നാൽ അത് ഉണ്ടാവൂലേ എന്നുള്ള കാര്യത്തിൽ സംശയമല്ല. ലാ റൈബ ഫീഹി, ഉറപ്പുള്ള ദിവസം. അന്നത്തേക്ക് പടച്ചോനെ നീ ജനങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടും, അന്ന് ഞങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പൊ സത്യത്തില് ഇവിടെ പരലോകം എന്ന ഒരു ജീവിതം ഉണ്ടല്ലോ പടച്ചോനെ, അതുകൊണ്ട് രക്ഷപ്പെടുത്തണേന്നാ പറയുന്നത്. പക്ഷെ ആ ആയത്തിൽ പരലോകം ഉണ്ട് ലാഘവത്തോടെ അങ്ങ് പറഞ്ഞു പോവല്ല. അത് ശരിക്കും മനസ്സിലാണ്ട് ഉറപ്പിക്കുകയാണ്. ലാ റൈബ ഫീഹി, ഒരു സംശയവുമില്ല പരലോകമുണ്ട്, ഒരു സംശയവുമില്ല പരലോകമുണ്ട്. ഈ ഒരു ഉറപ്പാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ നേരെ നിർത്തുന്നത്. ഈ ഒരു ഉറപ്പാണ്. ലാ റൈബ ഫീഹി ലിയൗമിൻ ലാ റൈബ ഫീഹി. പടച്ചോനെ, വരുന്ന ഉറപ്പുള്ള ഒരു ദിവസം, ആ ദിവസത്തെ നമ്മൾ ഭയപ്പെടുന്നു. ഇങ്ങനെ പറയാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം. ഇതാണ് മഹാന്മാർക്കൊക്കെ ഉണ്ടായിരുന്ന ഗുണം. അവരുടെ ജീവിതത്തിൽ അവരെന്ത് പറയുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും എന്ത് ചിന്തിക്കുകയാണെങ്കിലും അവർക്ക് പടച്ചോനെ പരലോകമുണ്ടല്ലോ എന്നുള്ള ബോധത്തോടുകൂടെ അവരത് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാ സത്യം. പരലോകമുണ്ടല്ലോ എന്നുള്ള ബോധത്തോട് കൂടെ അവരത് ചെയ്തിട്ടുള്ളൂ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാൻ, നാളെ പരലോകം സംഭവിക്കുന്നുള്ള ഉറപ്പിലായിരിക്കണം ഞാനും നിങ്ങളും ജീവിക്കേണ്ടത്. ഈ ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇതിൽ സംശയം തോന്നിപ്പോയാൽ കഴിഞ്ഞു കഥ.
ചെറിയൊരു സംശയം തോന്നിയാൽ മതി, അതോടുകൂടെ നമ്മൾ ദുഷിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പടച്ചോനെ, ഞങ്ങൾക്ക് നീ നല്ലത് വരുത്തണേ അല്ലാ, നല്ലത് വരുത്തണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിലെ ഈ പരലോകത്തിന്റെ സാധ്യതകളെ കുറിച്ച് അല്ലാഹു തആല സംസാരിക്കുന്നത് എത്ര കടുപ്പത്തിലാണ് എന്ന് പറഞ്ഞാൽ, ഇതാ പരലോകം നടക്കൂട്ടോ, ഉറപ്പ് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ പരലോകം ഇതാ വരാനിരിക്കുന്നത്. നിങ്ങൾ എന്താണ് പരലോകത്തെ കുറിച്ച് തീരെ ചിന്തിക്കാത്തത്? അല്ലാഹു തആല എപ്പോഴും ഈ ഖുർആനിൽ അല്ലാഹു ഇത്രയധികം ഉത്ബോധിപ്പിച്ച മറ്റൊരു വിഷയം ഉണ്ടാവില്ല. ഏത്? ഈ പരലോകത്തെ കൊണ്ട് ഉത്ബോധിപ്പിച്ചതുപോലെ ഖുർആനിൽ മറ്റൊരു കാര്യം കൊണ്ട് അല്ലാഹു തആല ഉത്ബോധിപ്പിച്ചതായിട്ട് കാണാൻ കഴിയില്ല. പരലോകാണ് എപ്പോഴും പറയാം. സുബ്ഹാനല്ലാഹ്, ഇത് കേവലം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ചെറിയ പാടി ലോകം. പരലോകത്തെ കുറിച്ച് അല്ലാഹു തആല പറയുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ, പരലോകത്തിലാണ് തെറ്റ് ചെയ്യുന്നതിന്റെ, മനുഷ്യൻ തെറ്റ് ചെയ്യുന്നതിന്റെ ആദ്യ പടി ഇതാണ്. അല്ലാഹു തആല സൂറത്ത് മറിയമിൽ പറയുന്നത് കാണുക. നല്ല ഒരു ഭാഗം, 310 പേജ് 310 മറിക്കുക. അതിൽ നല്ല ഒരു ഭാഗം സൂറത്ത് മറിയം. വയഖൂലുൽ ഇൻസാനു അഇദാ മാ മിത്തു ലസൗഫ ഉഖ്റജു ഹയ്യാ ലസൗഫ ഉഖ്റജു ഹയ്യാ അവലാ യദ്കുറുൽ ഇൻസാനു അന്നാ ഖലഖ്നാഹു മിൻ ഖബ്ലു വലം യകു ശൈആ فوربك لنحشرنهم والشياطين ثم لنحضرنهم حول جهنم جثيا ثم لننزعن من كل شيعة أيهم أشد على الرحمن عتيا ثم لنحن أعلم بالذين هم أولى بها صليا وإن منكم إلا واردها كان على ربك حتما مقضيا ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا سبحان الله. എന്ന് പറഞ്ഞാൽ ഹൃദയം പൊള്ളുന്ന ലൈനുകളാണ്. ഹൃദയം പൊള്ളുന്ന ലൈനുകൾ എല്ലാ അർത്ഥത്തിലും ബേജാറാകുന്ന വരികളാണ്. മനുഷ്യൻ പിഴച്ചു പോകുന്നത് അല്ലാഹു പറയുന്നു, വയഖൂലുൽ ഇൻസാൻ, മനുഷ്യൻ പറയുമ്പോഴാണ് ദുർമാർഗ്ഗം വീണ്ടും ജീവനോടെ പുനരുത്ഥാനം ചെയ്യിപ്പിക്കപ്പെടുന്നത്. ഞാൻ മരിച്ചുപോയതിന്റെ ശേഷം വീണ്ടും ജീവനോടെ എന്നെ എഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണോ പറയുന്നത്? ഞാൻ പറയണവരുന്നത് മനുഷ്യൻ പേക്കാനുള്ള കാരണം അതാണ്. ഉള്ളിന്റെ ഉള്ളിലൊരു തോന്നല്, മരിച്ചിട്ട് പിന്നെ ഒരു ജീവിതം ഉണ്ടാവും. ആ ജീവിതത്തിലാണ് സുഖവും ദുഃഖവും ഒക്കെ ഉള്ളത്. ഇവിടെ സുഖാണെങ്കിലും ദുഃഖാണെങ്കിലും അത് കുറച്ചു ദിവസം കൊണ്ട് കഴിഞ്ഞു എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാൾക്ക് എന്തായാലും പരലോകം നന്നാവണം എന്നാണ്ടാവുക. അപ്പൊ അതിനനുസരിച്ച് നമ്മളെ ജീവിതം ചിട്ടപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഇവിടെയോ ഒരു നമുക്ക് ബാക്കി നമ്മൾ വേറെ പറയാണ് ലോകദാസം ഉണ്ട് വെറുതെ പറയും. പരലോകം കൊണ്ട് ഉത്ബോധിപ്പിച്ച സമയത്ത് അത് വിശ്വസിക്കാൻ ഇവരെ കിട്ടിയില്ല. ശബ്ദങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടുതൽ അംഗീകരിക്കാൻ പറ്റാത്തത് മുഹമ്മദുർ റസൂലുള്ളാഹി അവർക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതായിരുന്നില്ല 100% അവർക്ക് അംഗീകരിക്കാൻ പറ്റാതിരുന്നത്. അതൊക്കെ ഭാഗികമായിട്ട് വേണമെങ്കിൽ തല്ലിപ്പഴുപ്പിച്ചാൽ അതൊക്കെ സ്വീകരിക്കാൻ അവർ
തയ്യാറായി. നമ്മുടെ വ്യക്തിത്വം ഒക്കെ വേണമെങ്കിൽ അവർ അംഗീകരിക്കുമായിരുന്നു. പൂർണ്ണമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിക്കാൻ മുശ്രിക്കുകൾക്ക്, റസൂലുള്ളാഹിന്റെ ശത്രുക്കൾക്ക് കഴിഞ്ഞിട്ടില്ല, കഴിയൂല. പക്ഷേ എന്നാലും അതിനേക്കാളേറെ അവർ പിണങ്ങിയത് റസൂലുള്ളാഹിയുടെ ദഅവത്തിനെ അവർ തള്ളിക്കളഞ്ഞത് പരലോകമുണ്ടെന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ്. അത് മാത്രമാണ്. വേറെ ഒരു സ്ഥലത്തും അവർ പിണങ്ങിയിട്ടില്ല, റസൂലുള്ളാഹിയായിട്ട് എതിർപ്പിലായിട്ടില്ല. റസൂലുള്ളാഹി അല്ലാമീനാണ്, 40 വയസ്സ് വരെ. റസൂലുള്ളാഹിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് അവർക്കാർക്കും ഒരു ചർച്ച ഉണ്ടായിരുന്നു. 40 വയസ്സ് വരെ ഇല്ല. അള്ളാന്ന് പേരിനൊരു പടച്ചോനെ പറ്റി അവർ പറഞ്ഞിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന അള്ളാഹ് ആവൂലെങ്കിലും പേരിനൊരു പടച്ചോൻ, ആകാശഭൂമികളെ പഠിച്ചത് ആരാന്ന് വെച്ചാൽ ഖുലുന്നല്ലാഹ്, അവർ പറയും അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹ്, റസൂൽ ഇതൊക്കെ അവർ അംഗീകരിക്കാൻ ഒരുപക്ഷെ തയ്യാറായാലും അവർക്ക് തീരെ സഹിക്കാൻ കഴിയാതിരുന്നത് നാളെ ഒരു ജീവിതമുണ്ട് എന്ന് പറയുന്നതായിരുന്നു. ഈ ഒരൊറ്റ കാര്യത്തിന്റെ പേരിലാണ് മോമിനീങ്ങളെ അവർ അവിശ്വസിച്ചിട്ടുള്ളത്. മോമിനീങ്ങൾ പറഞ്ഞത് അവർക്ക് വിശ്വസിക്കാൻ കഴിയാതിരുന്നത്. റസൂലുള്ളാഹിനെ എപ്പോഴും കളിയാക്കിയിരുന്നതും ഈ കാര്യത്തിലാണ്. മുഹമ്മദെ മരിച്ചിട്ട് പിന്നെ ഒരു ജീവിതം. എത്ര സ്ഥലത്താ ഖുർആനിൽ ഇത് കാണുന്നത്? ഞാൻ ഒരു സ്ഥലം എടുത്തതാണ്, സൂറത്ത് മറിയം. ഇവര് ഇടക്കിടക്ക് ഇങ്ങനെ ചോദിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, മുഹമ്മദെ മരിച്ചിട്ട് രണ്ടാമതൊരു ജീവിതോ? ഇല്ലട്ടോ, അതുണ്ടാവൂല. ആ ഒരൊറ്റ കാര്യം മോമിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം, മോമിനീങ്ങളായത് അത് വിശ്വസിച്ചിട്ടുമാണ് മോമിനീങ്ങളായത്. നമുക്കാർക്കെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകവും സ്വർഗവും പരലോകവും ഒക്കെ കാണിച്ചു തന്നിട്ടാണോ സത്യത്തിൽ നമ്മളത് വിശ്വസിച്ചത്? ഒരിക്കലുമല്ല. നമ്മളതൊന്നും വിശ്വസിച്ചത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കത് കാണിച്ചു തന്നിട്ടല്ല, മറിച്ച് ഗൈബായ കാര്യമാണ്. 100% അദൃശ്യമാണ്. ആ അദൃശ്യത്തിൽ വിശ്വസിച്ചപ്പോഴാണ് മാപ്പിളയായത്, മോമിനായത് അപ്പോഴാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല മോമിനീങ്ങളുടെ സ്വഭാവം പറഞ്ഞപ്പോൾ അവരെ കുറിച്ച് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ആ ഗൈബ് അല്ലാഹു എന്ന ഗൈബല്ല, മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഗൈബല്ല, അതൊക്കെ ഗൈബുകളാണ്. പക്ഷെ അവരെ ഏറ്റവും കൂടുതൽ ഗൈബായി അവർക്ക് തോന്നിയിരുന്ന വിഷയം അത് ആഖിറമായിരുന്നു. അതുകൊണ്ട് അല്ലാഹു ഒന്നും കൂടെ ആവർത്തിച്ചു പറഞ്ഞു, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന അസ്സലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വന്നിട്ട് അലിഫ് ലാം മീം അൽ ബഖറയുടെ തുടക്കത്തിൽ ഏറ്റവും അവസാനമായിട്ട് ഒന്നും കൂടെ അല്ലാഹു തആല ആ വിഷയങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞു വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. മുസ്ലിമീങ്ങൾക്ക് ആഖിറം കൊണ്ട് മാത്രമാണ് ഉറപ്പുണ്ടായിരുന്നത്. മഹാന്മാർ ചർച്ച ചെയ്തത് കാണാം. വഹും യൂഖിനൂന ബിൽ ആഖിറ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവർ ആഖിറം കൊണ്ട് ദൃഢവിശ്വാസമുള്ളവരാണ്. അങ്ങനെയല്ല അല്ലാഹു പറഞ്ഞത്. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. വബിൽ ആഖിറതി ആദ്യം പറഞ്ഞു, ഹും യൂഖിനൂൻ പിന്നെയാണ്. ഇങ്ങനെ പറയാൻ കാരണം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞത് സാധാരണക്കാർക്ക് വേഗം തിരിയില്ല, മുതഅല്ലിമീങ്ങളുണ്ട്, അവർക്ക് മനസ്സിലാകും, ഉസ്താദുമാർക്കൊക്കെ തിരിയും. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. വബിൽ ആഖിറ എന്നതിനെ മുന്നിൽ പറയുമ്പോൾ മാത്രം എന്നുള്ളൊരു അർത്ഥം കിട്ടും. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ആഖിറം കൊണ്ട് മാത്രമാണ് അവർ ദൃഢവിശ്വാസികളായിരുന്നത്. ആഖിറത്തിന്റെ കാര്യത്തിൽ മാത്രമേ മുഅ്മിനീങ്ങൾക്ക് ഉറപ്പുള്ളൂ. ആ കോലത്തിലാണ് ആഖിറത്തിൽ വിശ്വസിക്കുന്നത്. എന്നാണ് ദുന്യാവിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പില്ല. ഉറപ്പല്ലേ? ദുന്യാവിന്റെ കാര്യത്തിൽ നമുക്ക് എന്താ ഉറപ്പുള്ളത്? എനിക്ക് എന്നുള്ള സൗകര്യങ്ങൾ നാളെ ഉണ്ടാവും എനിക്ക് പറയാൻ ധൈര്യമുണ്ടോ? ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ ധൈര്യമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് അല്ലാഹു തന്ന സമ്പത്ത് നാളുണ്ടാവോ? കാരണം ഇന്നലെ വരെ സാമ്പത്തികമായി എല്ലാ സൗകര്യങ്ങളുടെയും പറുദീസയിൽ പറന്ന് നടന്നവൻ ഇന്ന് പാളയെടുത്ത് യാചിച്ച് നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും ഇത് പടച്ചോന്റെ ഒരു കളിയാണ്. എല്ലാ സമ്പത്തും സൗകര്യമുള്ളവൻ നാളെ തെണ്ടിയാണ്. മസിൽ പവർ കൊണ്ട് മറ്റുള്ളവരെ പേടിപ്പിച്ചവൻ നാളെ തളർന്ന് ഒരു മൂലയിൽ കിടക്കും. സ്വാധീനവും പണവും ഒക്കെ ഉള്ളവൻ അതൊന്നുമില്ലാതെ ഒരു മൂലയിൽ സൈഡാവും. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ദുനിയാവിലെ സൗകര്യം, ദുനിയാവിലെ സൗന്ദര്യം, ദുനിയാവിലെ ആരോഗ്യം, ദുനിയാവിലെ പണം, ഇതിലൊന്നും ഒരു ഉറപ്പില്ല. മോമിനിങ്ങൾക്ക് ഒരു ഉറപ്പില്ല. ഇത് എനിക്ക് നിലനിൽക്കുന്ന ആർക്കും പറയാൻ ഒരു ധൈര്യമില്ല. കാരണം കൺമുമ്പിൽ ഇങ്ങനെ കാണുന്നത് അത്തരം ഉദാഹരണങ്ങളാണ്.
അപ്പൊ അതുകൊണ്ട് അത് കിട്ടുന്ന ഉറപ്പില്ല. പിന്നെ പരലോകത്ത് സ്വർഗത്തിലെത്തി കിട്ടിയാൽ, നരകത്തിലാണെങ്കിൽ അങ്ങനെ, പരലോകത്ത് സുഖം കിട്ടിയാൽ ആ സുഖം ദായിമാണ്. നരകത്തിലാണെങ്കിൽ അങ്ങനെയാണ്, ദുഃഖവും സുഖവും ഒക്കെ അവിടെ ഏതാണ്, അതെന്നും ഉണ്ടാവും. സ്വർഗത്തിലെത്തിയതിന്റെ ശേഷം അള്ളാഹു നമുക്ക് നൽകുന്ന സൗകര്യം, സൗന്ദര്യം, ആരോഗ്യം, അവിടെ കിട്ടേണ്ടതൊക്കെ കിട്ടിയെങ്കിലേ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ സമാധാനമായിട്ട് വരുള്ളൂ. പരലോകത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് മുഅ്മിനീങ്ങൾക്ക് ഉറപ്പുള്ളത്. അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനെ നിഷേധിക്കലായിരുന്നു ശത്രുക്കളുടെ സ്വഭാവം. അപ്പൊ അല്ലാഹു പറഞ്ഞു, മനുഷ്യൻ പിഴച്ചു പോകാനുള്ള കാരണം ആ മനുഷ്യൻ ചോദിക്കുകയാണ്, ഇദാ മാ മിത്തു ലസൗഫ ഉഖ്റജു ഹയ്യ, ഞാൻ മരിച്ചു കഴിഞ്ഞതിന്റെ ശേഷമാണോ എന്നെ ജീവനോടെ എഴുന്നേൽപ്പിക്കപ്പെടുക? എന്ത് ബടായിയാ മുഹമ്മദ് ഈ പറയുന്നത്? അപ്പൊ അതിന് അല്ലാഹ് മറുപടി പറയാം, അവലാ യദ്കുറുൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ ഖബ്ലു വലം യകു ശൈആ. മനുഷ്യൻ ഓർക്കുന്നില്ലയോ? ഇവൻ മറന്നുപോയോ? ഇവൻ മറന്നുപോയോ? ഈ മനുഷ്യൻ ഓർക്കുന്നില്ലയോ? അന്നാ ഖലഖനാഹു, ഈ മനുഷ്യനെ നമ്മളാ പടച്ചത്. മിൻ ഖബ്ലു, ഇതിന്റെ മുമ്പ് ഇവനെ പടച്ചത് നമ്മളാണ്. വലം യകു ശൈആ, ഇവനൊരു ചുക്കുമല്ലാത്ത കാലത്ത്, ഇവനൊരു ചുക്കുമല്ലാത്ത കാലത്ത് ഇവനെ പടച്ചെടുത്തത് നമ്മളാണ്. മറന്നുപോയോ? ഇവനെ പടച്ചെടുത്തത് നമ്മളാണ് എന്നുള്ള കാര്യം മറന്നുപോയോ? ഇവൻ ആരായിരുന്നു? ഒന്നും ആയിരുന്നില്ലല്ലോ. ഞാനും നിങ്ങളൊന്നും ഒന്നും ആയിരുന്നില്ല. അല്ലാഹുവല്ലേ നമ്മളെ പഠിച്ചത്, അല്ലാഹുവല്ലേ നമ്മളെ പഠിച്ചു തന്നത്. അപ്പോ ശുദ്ധ ശൂന്യതയിൽ നിന്ന് ഇവനെ പടച്ചെടുത്ത റബ്ബിനെ ഇവൻ മറന്നുപോയതാണോ? തുടങ്ങിപ്പടക്കാൻ കഴിഞ്ഞ റബ്ബിന് രണ്ടാമത് ഇവനെ സൃഷ്ടിക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണോ? എന്ന് പറഞ്ഞാൽ വട്ടപൂജ്യത്തിൽ നിന്ന് ഇവനെ സൃഷ്ടിക്കാൻ പടച്ചോന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവനെ രണ്ടാമത് പടക്കുക എന്നുള്ളത് ഒരു പണിയാണോ? അല്ല. അതുകൊണ്ട് വേണമെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ, ഫവറബ്ബിക്, ഫവറബ്ബിക് നല്ല വാക്കുകളാണ് സൂറത്ത് മറിയമിലെ ഈ വാക്ക്, ഫവറബ്ബിക്. അതുകൊണ്ട് നബിയെ തങ്ങളുടെ നാഥൻ സാക്ഷി, ഫവറബ്ബിക്, തങ്ങളുടെ നാഥൻ സാക്ഷിയാണ്, തങ്ങളുടെ റബ്ബ് സാക്ഷിയാണ്. തീർച്ചയായിട്ടും ഇവന്മാരെ മുഴുവനും ഇവന്മാരെ മാത്രമല്ല ഒരുമിച്ച് കൂട്ടുക, ഇത്തരം വികലമായ ആശയങ്ങൾ ഇവരുടെ മനസ്സിൽ ഇട്ടുകൊടുത്ത് അതിനനുസരിച്ച് ഇവരെ പിഴപ്പിച്ച് കളഞ്ഞ ചെകുത്താന്മാരെയും ഒരുമിച്ച് കൂട്ടും. അല്ലാഹു കാക്കട്ടെ. ചെകുത്താന്മാർ, നമ്മളെ പിഴപ്പിച്ച ചെകുത്താന്മാര്, അതായത് ഭൂതവർഗത്തിൽ നിന്നും മനുഷ്യവർഗത്തിൽ നിന്നൊക്കെ നമ്മളെ പേപ്പിക്കാൻ ഒപ്പം കൂടിയ ശൈത്താന്മാരും നമ്മളെയും കൂടെ അല്ലാഹു ഒരുമിച്ച് കൂട്ടും. എവിടെ? പരലോകത്തേക്ക് നമ്മൾ ആദ്യം മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടിയിട്ട് പിന്നെ ഇവരെയും ഇവരെ കൂട്ടാളികളെയും നമ്മൾ ഹാജരാക്കും, നമ്മൾ കൊണ്ടുവരും. ജഹന്നമിന്റെ ചുറ്റും, ജഹന്നം എന്ന നരകത്തിന്റെ ചുറ്റും, അവരെ ജഹന്നം എന്ന നരകത്തിന്റെ ചുറ്റും നാം കൊണ്ടുവരിക മുട്ടിലിടയുന്നവരായിട്ടാണ്, മുട്ടിലിടയുന്നവരായിട്ടാണ് ജഹന്നമിന്റെ ചുറ്റും നമ്മൾ അവരെ ഒരുമിച്ച് കൂട്ടുക. സുബ്ഹാനല്ലാഹ്. നരകത്തിന്റെ ചുറ്റും എല്ലാവരും നരകത്തിന്റെ ചുറ്റും നമ്മൾ അവരെ ഒരുമിച്ച് കൂട്ടും. ജിസിയ, മുട്ടുകുത്തിയവരായിട്ടായി. മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നു, ശരിക്കും പടച്ചോന്റെ കോടതിയിൽ നിന്ന് മഹ്ശറേന്ന് നരകത്തിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് മഹ്ശറിലേക്ക് എല്ലാവരും ആദ്യം ഒരുമിച്ച് കൂട്ടും. എല്ലാവരും കൂടെ എഴുന്നേറ്റ് മഹ്ശറിലേക്ക് ഓടി വരും. മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടിയതിന് ശേഷം പിന്നെ നരകത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരും എല്ലാവരും. ആ നരകത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോ കോടാനക്കോടി ജനങ്ങൾ അവരെ മുഴുവനും നരകത്തിന്റെ ചുറ്റും കൊണ്ടുവന്നിട്ട് മുട്ടുകുത്തിച്ചിരുത്തും. മഹ്ശറിൽ നിന്ന് നരകത്തിന്റെ അടുത്തേക്ക് വരുന്ന മുട്ടിലിടഞ്ഞുകൊണ്ടാ വരിക. പണ്ഡിതന്മാര് പറയുന്നു. എന്നിട്ട് ആ മുട്ടുകുത്തും. എന്താണ് ആ സംഭവം? പടച്ച റബ്ബിന്റെ തീരുമാനത്തിന് കാത്തുകിടക്കുകയാണ്. മുട്ടുകുത്തി ഇങ്ങനെ നിൽക്കുക എല്ലാ വമ്പന്മാരും. ജിസിയ,
വല്ലാത്തൊരു വാക്കാണത്. എന്നിട്ട് ഈ കോടാനുകൂടി പടപ്പുകൾ നരകത്തിന്റെ ചുറ്റും. ഏതാ നരകം? കോടാനുകൂടി ആളുകളെ അതിലേക്ക് ഇട്ടാലും ഇനിയുണ്ടോ പടച്ചോനെ എന്ന് ചോദിക്കുന്ന നരകം അല്ലെ? ഹൽമിൻ മസീദ്, ഇനിയുണ്ടോ? വയറ് നിറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന നരകം. ആ നരകത്തിന്റെ ചുറ്റുമാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നത്. അപ്പൊ നരകത്തിന്റെ വലിപ്പത്രയായിരിക്കും അതിന്റെ ചുറ്റും നമ്മളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്, സുമ്മ ലനൻസിഅന്ന മിൻ കുല്ലി ശിയഅത്തിൻ അയ്യുഹും അശദ്ദു അലർ റഹ്മാനി ഇത്തിയാ. സുമ്മ ലനൻസിഅന്ന മിൻ കുല്ലി ശിയഅ, പിന്നെ ഓരോ ടീമിൽ നിന്നും നമ്മൾ പ്രത്യേകം പ്രത്യേകം ഇങ്ങനെ തെരഞ്ഞെടുക്കും. സുമ്മലനൻസിഅന്ന, ഊരിയെടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഒരു കൂട്ടം സാധനം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഊരിയെടുക്കുന്നതിനാണ് സുമ്മലനൻസിഅന്ന എന്ന് പറയുന്നത്. ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പെറുക്കിയെടുക്കും നമ്മള്. സുമ്മലനൻസിഅന്ന, പിന്നെ നമ്മൾ പെറുക്കിയെടുക്കും ഈ ജഹന്നമിന്റെ ചുറ്റും നരകത്തിന്റെ ചുറ്റും മുട്ടു കെട്ടിയിരുത്തിച്ച ഈ ടീമിൽ നിന്ന് കോടാനുകോടി ജനങ്ങളിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുക്കും. ആരെയാ തെരഞ്ഞെടുക്കുക? അയ്യുഹും അശദ്ദു അലർ റഹ്മാനി ഇത്തിയാ. ഇമാം അബൂ സുഈദ് തങ്ങൾ പറയുന്നത് കാണാം, സുമ്മ യൻസിഉല്ലാഹു, പിന്നെ അല്ലാഹു തആല മിൻഹും, ഈ ടീമിൽ നിന്ന് തെരഞ്ഞെടുക്കും. അഅ്താഹും ഫഅഅ്താഹും അഅ്താഹും ഫഅഅ്താഹും. ഏറ്റവും കൂടുതൽ അല്ലാഹുവിനോട് ധിക്കാരം കാണിച്ചവൻ ആരാന്ന് നോക്കിയിട്ട് വഴിക്കുവഴി തർത്തീബായിട്ട് എടുക്കും. ഇതൊക്കെ നാളെ നടക്കാൻ പോണ സംഗതിയാണ്. ഒന്നിനു ശേഷവും ഏറ്റവും ധിക്കാരിയായ മനുഷ്യനെ ആദ്യം പിടിക്കും. ഏറ്റവും ധിക്കാരിയായ മനുഷ്യനെ ആദ്യം പിടിക്കും. മിൻ കുല്ലി ശിയ, നരകത്തിൽ കിടക്കുന്ന ഒരുപാട് ശിയാത്ത് എന്ന് പറഞ്ഞ പാർട്ടി, എല്ലാ പാർട്ടിക്കാരും അവിടെ ഉണ്ടാവുമല്ലോ. ആ കൂട്ടത്തിൽ നിന്ന് എന്ത് ചെയ്യും? അയ്യുഹും അശദ്ദു അലർ റഹ്മാനി ഇത്തിയ, റഹ്മാനായ റബ്ബിനോട് ഏറ്റവും കൂടുതൽ ധിക്കാരം കാണിക്കുന്നത് ആരാണ്? ഇങ്ങനെ തെരഞ്ഞെടുക്കും നമ്മൾ. ഏറ്റവും വലിയ പോക്രികൾ ആദ്യം പിടിക്കും. എന്നിട്ട് തെരഞ്ഞെടുത്തിട്ട് അല്ലാഹ് പറയാണ്, സുമ്മ ലനഹ്നു അഅലമു ബില്ലദീന ഹും ഔലാ ബിഹാ സുലിയ്യ. ഈ വന്ന് അള്ളാഹുവിന്റെ നരകത്തിന്റെ ചുറ്റും മുട്ടുകെട്ടിയിരിക്കുന്ന അതുപോലെ ഇരിക്കുക അല്ലെ, ആ ടീമിൽ നിന്ന് നരകത്തിൽ എരിഞ്ഞു തീരാൻ, നരകത്തിൽ എരിഞ്ഞു തീരാൻ ഏറ്റവും ബന്ധപ്പെട്ടത് ആരാണ്? എനിക്കാണ് നന്നായി അറിയാം. അല്ലാഹ് പറയുന്നു, സുമ്മ ലനഹ്നു അഅലം, പിന്നെ നമ്മക്കാണ് നന്നായി അറിയുക. ബില്ലദീന, ഒരു വിഭാഗം ആരാണ്? ഹും ഔലാ ബിഹാ സുലിയ്യ, ഈ നരകത്തിൽ കിടന്ന് എരിഞ്ഞ് കത്തിത്തീരാൻ ബന്ധപ്പെട്ടത് ആരാണ്? എനിക്കാ നന്നായി അറിയാം. അവരെ ഞാൻ ശരിക്കും പിടിച്ചിട്ട് നരകത്തിലേക്ക് എറിയും. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ എളുപ്പാക്കി പറഞ്ഞാണ്. കേട്ടോ, അടുത്ത വാക്ക് ഞെട്ടിക്കുന്ന പ്രയോഗം. എന്നിട്ട് അല്ലാഹ് പറയാണ്, വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ. ഇപ്പൊ ഈ കേട്ട സംഘടന കേൾക്കുമ്പോ നമുക്ക് തോന്നും, ഇതിപ്പോ കാഫിര്യങ്ങളെ പറ്റി പറഞ്ഞതായിരുന്നു, അല്ലെ നിസ്കരിച്ചാതി നോമ്പൊക്കെ നടക്കുന്ന ആളുകളെ അവരെ പറ്റി പറഞ്ഞതായിരിക്കും. നല്ല നിലക്ക് നടന്നാലും ഇതിൽ പെടൂല. അങ്ങനെയല്ല. അല്ലാഹ് പറഞ്ഞത് എന്താ? എല്ലാരും പരലോകത്തേക്ക് ഒരുമിച്ച് കൂട്ടും. അങ്ങനെയല്ലേ പറഞ്ഞില്ലേ? മുഅ്മിനു കാഫിറൊന്നും വേറിച്ചൊന്നും പറഞ്ഞില്ല. ലനഹ്ശുറന്നഹും വശയാത്തീൻ സുമ്മ ലനുഹ്ദിറന്നഹും ഹൗല ജഹന്നമ ജിസിയ സുമ്മ ലനൻസിഅന്ന മിൻ കുല്ലി ശിയഅത്തിൻ അയ്യുഹും അശദ്ദു അലർ റഹ്മാനി ഇത്തിയ സുമ്മ ലനഹ്നു അഅലമു ബില്ലദീന ഹും ഔലാ ബിഹാ സുലിയ്യ. ഇത് കഴിഞ്ഞിട്ട് അല്ലാഹ് പറയാ, വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ. നിങ്ങളെ കൂട്ടത്തിൽ ഒരാളും നരകത്തിലെത്താത്തോലുണ്ടാവില്ല. നിങ്ങളെ കൂട്ടത്തിൽ ഇല്ല വാരിദുഹാ, നരകത്തിൽ എത്തിച്ചേരാത്ത ഒരാളില്ല. സുബ്ഹാനല്ലാഹ്. എന്താ ഈ പറയുന്നത്? എല്ലാവരും നരകത്തിലെത്തും. നിങ്ങളെ കൂട്ടത്തിൽ നരകത്തിലെത്താത്ത ഒറ്റ കുട്ടിയും ഉണ്ടാവില്ല. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. അങ്ങനെ നിങ്ങളെ നരകത്തിൽ എത്തിക്കുക, സർവ്വജനങ്ങളെയും നരകത്തിൽ കടത്തുക എന്നത് ഹത്മൻ മഖ്ദിയ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മേൽ
നിർബന്ധമായ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുത്ത് തീരുമാനമായ കാര്യമാണ്. അള്ളാഹ്ക്ക് നിർബന്ധം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത്രേ ഉള്ളൂ. അള്ളാഹുവിന്റെ അടുത്ത് തീരുമാനമായ വിഷയമാണ്. അള്ളാഹുവിന്റെ അടുത്ത് ഈ തീരുമാനം ഫൈനലായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാരും നരകത്തിലൊന്ന് എത്തിക്കണം. وإن منكم إلا واردها كان على ربك حتما مقضيا ثم ننجي الذين اتقوا പിന്നെ തഖ്വ കീപ്പ് ചെയ്ത് ജീവിച്ച അല്ലാഹനെ പേടിച്ച് ജീവിച്ച ആളുകളില്ലേ, അവരെ പിന്നെ നമ്മൾ രക്ഷപ്പെടുത്തൂ. ثم ننجي الذين اتقوا പിന്നെ തഖ്വ സൂക്ഷിച്ചു ജീവിച്ച ആളുകളെ നമ്മൾ രക്ഷപ്പെടുത്തും. വനദറു ളാലിമീന ഫിഹാ അക്രമികളെ ആ നരകത്തിൽ തന്നെ നമ്മൾ എന്നേക്കുമായി ഇട്ടേക്കുകയും ചെയ്യും. ജിസിയ മുട്ടുകുത്തിയ ഹാലിൽ തന്നെ ആ നരകത്തിലേക്ക് അവരെ ഇട്ടേക്കുകയും ചെയ്യും. ബാക്കിയുള്ളവരെ നമ്മൾ രക്ഷിക്കോ. അപ്പൊ എല്ലാരും നരകത്തിൽ കടക്കും. നിങ്ങൾക്ക് ആകെ പിടുത്തം വിട്ടോ? പഠിച്ചവൻ എന്തിനാണോ നമ്മളിപ്പോ ആകെ നരകത്തിൽ പോകാതെ സ്വർഗത്തിലിറങ്ങുന്ന വിജയികൾ, അവരാണ് വിജയികൾ. പക്ഷെ ഇവിടെ ഇപ്പൊ എന്താ പറയുന്നത്? ഏതു വമ്പനും നരകത്തിൽ കിടക്കും അല്ലേ? സുബ്ഹാനല്ലാഹ്, ഇവിടെ വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട്. എല്ലാ മനുഷ്യരും നരകത്തിൽ പോകുമോ? എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ അടുത്ത് വരെ കൊണ്ടുപോയി നരകം കാണിക്കലാണ്, നരകത്തിൽ കടക്കലല്ല. എല്ലാരും കൺമുമ്പിൽ നരകം കാണിക്കും എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ചിലർ വ്യാഖ്യാനിച്ചു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റഈസുൽ മുഫസ്സിരീന, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ഹെഡ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളും നാഫിഅ റളിയല്ലാഹു അൻഹു തമ്മിൽ ഒരു ചെറിയ സംവാദം നടന്നു ഈ വിഷയത്തിൽ. മുഅ്മിനീങ്ങൾ നരകത്തിൽ കടക്കുവോ കടക്കൂലേ? ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു കടക്കും. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു കടക്കും. നാഫി തങ്ങൾ കടക്കൂല. വാരിദുഹ എന്ന് പറഞ്ഞാൽ കടക്കാന്നല്ല അർത്ഥം. മുറൂദ് എന്ന് പറഞ്ഞാൽ ദുഖൂലല്ല, കടക്കലല്ല. അത് നരകത്തിന്റെ അടുത്ത് എത്തിയിട്ട് നരകൊന്നും ഇങ്ങനെ കാണാനേ അല്ല. ഉറൂദ് എന്ന് പറഞ്ഞാൽ നരകത്തിൽ എത്തലാണ്. ഉറൂദ് എന്ന് പറഞ്ഞാൽ എത്തുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് നരകത്തിൽ എത്തും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയുണ്ടായി. എന്നിട്ട് എന്ത് ചെയ്തു? യഖ്ദുമു ഖൗമഹു യൗമൽ ഖിയാമ എന്ന് പറഞ്ഞ ആയത്തൊക്കെ എടുത്തിട്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ ഇങ്ങനെ വിവരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഫറോവ തന്റെ ജനത്തിന് നേതൃത്വം നൽകിയിട്ട് നാളെ പരലോകത്തേക്ക് ഇങ്ങനെ വരുന്നത് ദുന്യാവിന്ന് ഓ മുമ്പിൽ നിന്നിട്ടാണല്ലോ മറ്റോലെ പേപ്പിൾസ്. അപ്പൊ അതേമാതിരി അവൻ മുമ്പിൽ നിന്നിട്ട് നാളെ ഇവരെ കൊണ്ടുവന്നിട്ട് ഏത് ചെയ്യും? ഫൗറദഹുമുന്നാർ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഇവരെ കൊണ്ടുവന്നിട്ട് ഇവൻ എന്ത് ചെയ്യും? നരകത്തിലേക്ക് തള്ളും. അവിടെ എന്ന് പറഞ്ഞപ്പോ ഇതുപോലത്തെ ഈ വാരിദുഹ എന്ന് പറഞ്ഞ അതേ പ്രയോഗമാണ്. ഔറദുഹ എന്ന് പറഞ്ഞത് ഈ വാരിദുഹ എന്ന് പറഞ്ഞ പ്രയോഗം. അവിടെ നരകം കാണിച്ചു കൊടുക്കുന്നതാണോ നരകത്തിൽ കടക്കുന്നതാണോ എന്ന് ചോദിച്ചു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. അപ്പൊ നാഫി തങ്ങൾ അവിടെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിപ്പോയി. നാഫി തങ്ങൾ പറഞ്ഞു അവിടെ കടക്കുന്നതാണ്. പിന്നെന്തിനാ നിങ്ങൾ ഇവിടെ കടക്കൂലെന്ന് പറഞ്ഞു? കടക്കും, നരകത്തിൽ കടക്കും. പിന്നെയും പറഞ്ഞു ആര്? ബഹുമാനപ്പെട്ട സയ്യിദുനാ നാഫിഅ റളിയല്ലാഹു അൻഹു. എന്നാലും ഇബ്നു അബ്ബാസ് തങ്ങളെ മുഅ്മിനീങ്ങൾ നരകത്തിൽ കടക്കും. നിങ്ങൾ എന്താ ഈ പറയുന്നത്? മുഅ്മിനീങ്ങൾ എങ്ങനെ നരകത്തിൽ കടക്കാൻ പറ്റുമോ? അപ്പം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു കടക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടുന്ന് രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ അപ്പൊ എന്റെ ബേജാറ്. ഏത്? ഖുർആൻ പറഞ്ഞു നിങ്ങളൊക്കെ നരകത്തിൽ കടക്കും. സുമ്മനുനജ്ജില്ലദീന തഖൗ, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? തഖ്വയുള്ളവരെ രക്ഷപ്പെടുത്തും എന്നും പറഞ്ഞു. അപ്പോ കടക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. രക്ഷപ്പെടണമെങ്കിൽ തഖ്വ വേണം. അക്കൂട്ടത്തിൽ ഞാൻ പെടൂല എന്നാണ് എന്റെ ബേജാറ്. നിങ്ങൾക്ക് കടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് അപ്പോഴും പറഞ്ഞു നാഫി തങ്ങളെ എന്താ ഇബ്നു അബ്ബാസ് നിങ്ങൾ ഈ പറയുന്നത്? നമ്മളൊക്കെ നരകത്തിൽ കടക്കുക, മുഅ്മിനീങ്ങൾ നരകത്തിൽ കടക്കുക. അപ്പൊ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു ഇക്കോലത്തിൽ നിങ്ങൾ ഇത് നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതായാലും നരകത്തിൽ രക്ഷപ്പെടുന്നു. കൊച്ചൊരു അഭിപ്രായവുമില്ല അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ. അത് കേട്ടപ്പോ നാഫി തങ്ങൾ അങ്ങ് ചിരിച്ചു. കാരണം ആ അവതരണം കേട്ട
ഇക്കോലത്തിൽ അള്ളാഹുവിന്റെ ആയത്തുകളെ നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ആ നരകത്തിൽ രക്ഷപ്പെടുന്ന എനിക്ക് അഭിപ്രായമില്ലോട്ടമാണ്. അത് കേട്ടപ്പോ നാഫി തങ്ങൾ ചിരിച്ചു. നാഫി തങ്ങൾ കൈ പിടിച്ചിട്ട് പറഞ്ഞു, സമ്മതിച്ചു, കടക്കും. എന്താണ് ഇതിന്റെ വ്യാഖ്യാനം? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിന്റെ അർത്ഥം എല്ലാവരും നരകത്തിൽ കടക്കും തന്നെയാണ്. പക്ഷെ എന്താണ് ആ സംഭവം? നരകത്തിന്റെ മുകളിലാണ് സിറാത്ത് പാലമുള്ളത്. നരകത്തിന്റെ മുകളിലാണ് സിറാത്ത് പാലമുള്ളത്. ഈ സിറാത്ത് പാലത്തിലൂടെ പോകാത്ത ഒരാളുണ്ടാവില്ല. അപ്പൊ നരകത്തിൽ കടന്നതിന് തുല്യാണ്. നരകത്തിൽ കടന്നതിന് തുല്യാണ്. നരകത്തിൽ കടന്നു എന്ന് പറഞ്ഞത് ശരിയായി. കാരണം അതിന്റെ മേലെയാണ് ഈ പാലം സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൽ സുമ്മനുനച്ചില്ലെന്ന് പറഞ്ഞത് ഇവിടുന്ന് വീഴാതെ രക്ഷപ്പെടുക എന്നാണ്. അടിക്ക് വീഴാതെ രക്ഷപ്പെടുക എന്നാണ്. സുമ്മനുനച്ചില്ലദീന തഖൗന്ന് പറയുന്നത്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ. അല്ലോ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, എല്ലാവരും സിറാത്ത് പാലം കടക്കേണ്ടി വരും. സിറാത്ത് പാലം സ്ഥാപിച്ചിട്ടുള്ളത് നരകത്തിന്റെ മുകളിലാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വ്യാഖ്യാനം നേരത്തെ പറഞ്ഞു. ഞാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ വ്യാഖ്യാനവും കൂടെ കൂട്ടി വെക്കുമ്പോൾ സംഭവം റെഡിയായി. ഈ സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ പോകണം. അതിൽ മിന്നറിയും പോലെ പോകുന്നവരുണ്ട്, കാറ്റിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്നവരുണ്ട്, നല്ല ഒന്നാന്തരം കുതിരയുടെ വേഗതയിൽ സഞ്ചരിക്കുന്നവരുണ്ട്, അജ്വദുൽ ഖൈലിന്റെ വേഗതയിൽ, അജ്വദുൽ ഇബ്ലിന്റെ വേഗതയിൽ, നല്ല ഒന്നാന്തരം ഒട്ടകത്തിന്റെ വേഗതയിൽ. അതുപോലെ തന്നെ യമുറു അലൈഹ, ചില ആളുകൾ അതിലൂടെ നടന്നു പോകും, സിറാത്ത് പാലത്തിലൂടെ നടന്നു പോകും. ഒരു മനുഷ്യൻ ഓടുന്നത് പോലെ നമ്മളൊക്കെ സാധാരണ ഓടുന്നത് പോലെ പാലം പാഞ്ഞു കിടക്കുന്നവരുണ്ട്, ഓടിക്കിടക്കുന്നവരുണ്ട്, മിന്നറിയും വേഗത്തിൽ പോകുന്നവരുണ്ട്, കാറ്റിന്റെ വേഗത്തിൽ പോകുന്നവരുണ്ട്, കുതിരയുടെ വേഗത്തിൽ പോകുന്നവരുണ്ട്, ഒട്ടകത്തിന്റെ വേഗത്തിൽ പോകുന്നവരുണ്ട്, ഓടിപ്പോടുന്നവരുണ്ട്, നടന്നു പോകുന്നവരുണ്ട്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, വഇന്ന ആഖിറഹും മുറൂറ, അവരില് ഏറ്റവും ശ്രദ്ധിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ പാലം കടന്ന് പോകുന്നവരിൽ ഏറ്റവും അവസാനത്തെ ആള് സുമ്മനുനച്ചില്ലദീന തഖൗന്ന് പറഞ്ഞില്ലേ, അതിൽ അവസാനത്തെ മെമ്പർ. പാലം കടന്ന് നരകത്തിൽ വീഴാതെ കഷ്ടിച്ച് രക്ഷപ്പെട്ട് സ്വർഗത്തിലടുക്കുന്ന അവസാനത്തെ മെമ്പർ ആരാന്നറിയോ? റജുലുൻ, ഒരു മനുഷ്യനാണ്. ലഹു നൂറുൻ, അയാൾക്ക് പ്രകാശം ഉണ്ടാവും, അയാൾക്ക് പ്രകാശം ലഭിക്കും. അലാ മൗദിഇ ഇബ്ഹാമൈ, അയാളുടെ രണ്ട് കാലിന്റെയും തള്ളവിരലിന്റെ തുമ്പില്, അതിന്റെ തമ്പത്ത് ഒരു പ്രകാശം ഉണ്ടാവും. അതിങ്ങനെ കെട്ട് കത്തിക്കൊണ്ടിരിക്കും. തള്ളവിരൽ എന്ന് പറഞ്ഞാൽ സിറാത്ത് പാലത്തിന് വീഴാതെ അക്കരെ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല വെളിച്ചം വേണം. നല്ല വെളിച്ചം. കട്ടി കുറഞ്ഞ പാലാണ്, പെട്ടെന്ന് ചവിട്ട് തെന്നിപ്പോയാ ചുവട്ടക്ക് വീണാൽ നരകത്തിന്റെ അടിയിലേക്കാ ചെല്ലുക. അപ്പൊ എന്ത് ചെയ്യാണ്? ഈ മുഅ്മിനീങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവർ ജീവിതത്തിൽ ചെയ്ത അമലുകൾ അവർക്ക് വെളിച്ചായിട്ട് മാറുന്ന, ജീവിതത്തിൽ അവർ ചെയ്ത അമലുകൾ അവർക്ക് വെളിച്ചായിട്ട് മാറും. അവരുടെ നിസ്കാരവും നോമ്പും ഖുർആനോത്തും സ്വതക്കയും ഒക്കെ വെളിച്ചായിട്ട് അവരുടെ മുമ്പിൽ വരും. വെളിച്ചായിട്ട് അവരുടെ മുമ്പിൽ വരും, പ്രത്യക്ഷപ്പെടും. എന്നിട്ട് അവർക്ക് അങ്ങനെ വെളിച്ചം കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അല്ലാഹ് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എന്നിട്ട് നബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാണ്, ഏറ്റവും അവസാനത്തെ വ്യക്തി ഈ രണ്ട് തള്ളവിരലിൽ, കാലിന്റെ രണ്ട് തള്ളവിരലില് വെളിച്ചമുള്ള ഒരാള്, അതിങ്ങനെ കെട്ടും കത്തി കൊണ്ടിരിക്കും. കെട്ടും കത്തിയും കൊണ്ടിരിക്കും. കെടും കത്തും അങ്ങനെ ആ കത്തുന്ന സമയത്ത് അയാൾ അല്പം നടക്കും, പിന്നെ അങ്ങനെ നിൽക്കും, പിന്നെ കാലെടുത്ത് വെച്ചാൽ വീഴും, നിൽക്കും. അപ്പൊ അയാൾ ഇങ്ങനെ വിറക്കും. എന്താ സംഭവിക്കാം? അപ്പൊ അടുത്ത തവണ അയാളുടെ കാലിൽ നിന്ന് ഈ ബൾബ് പ്രകാശിക്കും, ഈ ലൈറ്റ് വരും. അപ്പൊ അയാള് ആ കണ്ട വെളിച്ചത്തിൽ ഒന്നും കൂടെ അടുത്ത് ചവിട്ടും. ഇങ്ങനെ എത്രയോ കാലം സിറാത്ത് പാലത്തിൽ കിടന്നിട്ട് വലയുന്ന ഒരു മനുഷ്യൻ, പാലം അവനെ കൊണ്ട് ഇങ്ങനെ ആടിയുലയും. അപ്പോഴൊക്കെ ഇയാൾ ബേജാറാവേ സംഭവിക്കുക. അങ്ങനെ അവസാന സ്വർഗത്തിലടുത്തു. അല്ലാഹുവേ, അക്കൂട്ടത്തിലെങ്കിലും ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, അക്കൂട്ടത്തിലെങ്കിലും ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. പടച്ചോനെ പെടുത്തിത്തരണേ അല്ലാഹ്.
ചോദിക്കുമ്പോ ചോദിക്കേണ്ടത് വലുതാ, പാഞ്ഞ് നടക്കാൻ കഴിയണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അല്ലേ? ഏറ്റവും അവസാനത്തെങ്കിലും കിട്ടണം. റസൂലുള്ളാഹി പറഞ്ഞു ഞങ്ങൾ ഫിർദൗസ് തന്നെ ചോദിക്കണം എന്നാ. സ്വർഗം ചോദിക്കുമ്പോ ഫിർദൗസ് ചോദിക്കണം. എവിടെയെങ്കിലും ഒരു തിണ്ണെന്നും ചോദിച്ചാൽ പോരാ. നിങ്ങൾ എത്ര മോശപ്പെട്ടവരാണെങ്കിൽ ചോദിക്കുമ്പോ വലിയ ചോദിച്ചോണ്ടി അല്ലെ? കലാമോ എടുപ്പിച്ചായി വലിയ സ്വപ്നം കാണാപ്പോഴേ ചെറിയത് കിട്ടുള്ളൂ പറഞ്ഞായിരുന്നു. പറയന്നെ വലിയ ചോദിക്കുന്നത് വലുതാവട്ടെ റസൂലുള്ളാഹി പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് പേടിച്ചാനൊന്നുമില്ല. ഞാൻ ഇപ്പൊ എന്താ ഈ ചോദിക്കുന്നത്? വലിയ സംഭവം, സ്വർഗത്തിലെ ഉന്നത ദർജ തരണേ എന്നൊക്കെ പറഞ്ഞാൽ ഫിർദൗസ് എന്ന് പറഞ്ഞാൽ അലാ ദർജയാണ് സ്വർഗത്തിലെ. അത് ചോദിക്കണേ. സലുല്ലാഹുൽ ഫിർദൗസ്. കാരണം ചോദിക്കുമ്പോ ചോദിക്കേണ്ടത് അങ്ങനെയാണ്. ഞാൻ ആ നിലക്ക് ചോദിക്കണം. അപ്പൊ അവിടെ പറഞ്ഞു വന്നത് കേട്ടപ്പം ഭയം കൊണ്ട് പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്, ഏറ്റവും അവസാനം ഇതിലൂടെ കടന്നുപോകുന്നയാൾ ഇവനാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഒരൊറ്റ ഉപദേശം, ഈ സദസ് ഉപകാരപ്പെടെങ്കിലോ എന്ന് ആലോചിച്ച് മാത്രം പറയാം. നാളെ സ്വലാത്ത് പാലം കടക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരൊറ്റ കുട്ടി ഈ സദസ്സിലുണ്ടാവില്ല. ഒറ്റക്കുട്ടി ഉണ്ടാവില്ല. ഇത് അള്ളാഹുവിന്റെ കലാമാണെന്ന് വിശ്വസിക്കുന്ന, ഇത് പടച്ചോന്റെ കലാമാണെന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും നമുക്കിങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. അന്ന് പാലം കടക്കണം. ഈ ബോധമില്ലാത്ത ആരും ഈ കൂട്ടത്തിലില്ല. നിങ്ങളോട് ഒരു വസീയത്ത് ഞാൻ പറയാണ്. പാലം കടക്കാൻ കഴിയും, ഉറപ്പ്. എന്ത് ചെയ്യണം? എല്ലാ വെള്ളിയാഴ്ച മുത്തുനബി പഠിപ്പിച്ചതാണ്, പേടിക്കണ്ട. എല്ലാ വെള്ളിയാഴ്ച അൽഖുഫോദാൻ തയ്യാറുള്ളവരുണ്ടോ? അവര് പാലത്തിന് വെളിച്ചല്ലാതെ നരകത്തേക്ക് വീഴൂല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളൊക്കെ എല്ലാ വെള്ളിയാഴ്ച അൽഖുഫോദാറുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത്, ഈ സദസ്സിൽ പങ്കെടുത്ത ഒരൊറ്റ ചെറുപ്പക്കാരും, ഈ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് വരുന്ന ഒറ്റ ചെറുപ്പക്കാരും അൽഖുഫോദാത്തതുണ്ടാവരുത്. ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാ. പക്ഷെ ഇന്ന് കുറച്ച് ഗൗരവത്തിലാ പറയുന്നത്. ബാങ്ക് കൊടുക്കുന്നതിന്റെ 20 മിനിറ്റ് മുമ്പ് പള്ളിയിലെത്തി അൽഖുഫോദിക്കുക. എല്ലാ വെള്ളിയാഴ്ച നിങ്ങൾ എവിടുന്നെങ്കിലൊക്കെ ഓതിയാ മതി, എപ്പോഴെങ്കിലൊക്കെ ഓതിയാ മതി, ഒക്കെ ശരി. അതല്ല, പള്ളി വന്നിട്ട് എന്ന് ഓതുന്നു. അങ്ങനെയൊക്കെ പള്ളി നമ്മൾ വേറുള്ളവർക്ക് മാതൃകയാവുമല്ലോ. SYSന്റെ SSFന്റെ പ്രത്യേകിച്ച് മുസ്ലിം ജമാഅത്ത്, മാഷൊക്കെ മുസ്ലിം ജമാഅത്തിലല്ലേ പള്ളി? 50 കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ജമാഅത്ത്. നമുക്കൊക്കെ പോകാൻ സമയമായി മുസ്ലിം ജമാഅത്തായിരിക്കും അല്ലെ? അവരും ചോദിച്ചില്ലെങ്കിൽ എന്നാ ഓതുക? നമ്മളിഞ്ഞ് നന്നാകുന്നില്ലെങ്കിൽ എപ്പോഴാണ് നന്നാവുക? അതുകൊണ്ട് ഉറപ്പ് പറയുന്നതാണ്, റസൂലുള്ളാഹി പറഞ്ഞതാണ്, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ കുല്ലി ജുമുഅ സതഅലഹു നൂറുൻ മിൻ തഹ്തി ഖദമിഹി ഇലാ അനാനിസ് സമാ. മുത്തുനബി പറഞ്ഞു, എല്ലാ വെള്ളിയാഴ്ച അൽഖഫ് ഓതുന്ന ആൾക്ക് കാലിന്റെ അടി തൊട്ട് മാനം മുട്ടുന്നത് വരെയുള്ള ലൈറ്റ് ഉണ്ടാവും അയാളുടെ മുമ്പിൽ സ്വലാത്ത് പാലം കടക്കുമ്പോൾ. വീഴൂല അയാൾ. മുത്തുനബിയാ പറയാം, ഈ ഒരു ധൈര്യത്തിലോതണം. ഇത് നഷ്ടപ്പെടുന്ന ഒരു ജീവിതം ഉണ്ടാവരുത്. എല്ലാ വെള്ളിയാഴ്ചയും ഞാനിപ്പോ ഒരു പരീക്ഷണാത്താരൊക്കെ എല്ലാ വെള്ളിയാഴ്ച മുടങ്ങാതെ അടുത്ത് പോകുന്ന ഒരു കൈ പൊക്കണം എന്ന് ഞാൻ പറയണില്ല. അടുത്ത ആഴ്ച ഞാൻ പറയാം. അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ ചോദിക്കും. കാരണം ഇന്ന് പെടുന്ന തീരുമാനം അൽഖഫ് ഓതാൻ എത്ര സമയം വേണം? 20 മിനിറ്റ്. 20 മിനിറ്റ് സമയം അൽഖഫ് ഓതാൻ വേണ്ടതുണ്ട്. ഒരു 20 മിനിറ്റ് സമയം മുമ്പ് പള്ളിയിലെത്തിക്കൂടെ നമുക്ക് ബാങ്ക് കൊടുക്കുന്നതിന്റെ? ഞാൻ 20 പോരാന്നപ്പോ പറയുന്നത് ഒരര മണിക്കൂർ മുമ്പ്. ഇപ്പൊ എത്രക്കാണ്? 12 40 അല്ലെ? 12:40 എവിടെ? 12 മണിക്ക് പോയാൽ, 12:15 പോയാൽ അരമണിക്കൂറുണ്ടോ? 2 കാര്യം ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ടും നിർബന്ധാക്കാണ് ക്ലാസ്സിലുള്ളവർക്ക്. ക്ലാസ്സിലില്ലാത്തവർക്ക് അത് സുന്നത്താണ്, നിങ്ങൾക്ക് നിർബന്ധം. ഒന്ന് അൽഖഫ് ഓതണം, വെള്ളിയാഴ്ച അൽഖഫ് ഓതണം. വെള്ളിയാഴ്ച അൽഖഫ് ഓതണം പറ്റത്രയൊക്കെ കേട്ടിട്ട് ഈ ഭീകരമായ അവസ്ഥയിൽ പഠിച്ചോനെ എനിക്ക് താങ്ങാവാൻ ഒരു അൽഖഫ് ഞാൻ ഓതിക്കോളാന്ന് പറയാൻ പറ്റാത്തവരോട് ഞാൻ മാന്യമായിട്ട് പറയാം, നിങ്ങൾ അടുത്ത ആഴ്ച ക്ലാസ്സിന് വരണ്ട, നിർത്തിക്കളി. ഈ പരിപാടി നിർത്താൻ നമുക്ക് കൊല്ലങ്ങളായില്ലേ? നമ്മൾ ഒരു ചെറിയ മാറ്റം ജീവിതത്തിൽ വേണ്ടേ?
അതുകൊണ്ട് പറയാണ് വെള്ളിയാഴ്ച ഒരു 100 സ്വലാത്ത്, കൂടുതൽ ഞാൻ പറയുന്നില്ല, 100 സ്വലാത്ത് ഞങ്ങളിന്ന് ഇങ്ങനെ ചൊല്ലിയൊക്കെ ഉണ്ട്. 200, 300, 400, 500 ഒക്കെ ആവും. ഒരു 12 മണിക്ക് പള്ളിക്കാട് എത്തിയാൽ അൽക്കഹഫ് ഓതുക, പിന്നെ സ്വലാത്തും ചൊല്ലാം. സ്വലാത്തിന്റെ ഏട് നമ്മൾ സാധാരണ അൽക്കഹഫിന്റെ പിറകിലുണ്ട് ഒരു സ്വലാത്ത്, അതില്ലാതെ തന്നെ 100 സ്വലാത്ത് ഒക്കെ പിന്നിടും. കാരണം അത് വേറെ രൂപത്തിലാണ്, പക്ഷെ അതിങ്ങനെ നീണ്ടുപോകും. അതും ചൊല്ലാം. മഹാന്മാരുണ്ടാക്കിയതാണ്, അത് വലിയ ബർക്കത്തുണ്ടാവും. ഇനി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം, ഈ സ്വലാത്ത് അതിങ്ങനെ ചൊല്ലുകയാണെങ്കിൽ ഇത്രയും ചൊല്ലാം. ഞാൻ പറഞ്ഞ ഒരു 100 സ്വലാത്ത് ഏറ്റവും ചുരുങ്ങിയത് ഒരു വെള്ളിയാഴ്ച ജുമാന്റെ മുമ്പ് ഞാൻ ചൊല്ലും എന്ന് പറഞ്ഞാൽ